ഒരിക്കൽ 9 8-നെ അടിച്ചു. ആ സമയത്ത് 8 ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ തല്ലിയത്? 9 പറയുന്നുണ്ട്, ഞാനാണ് കരുത്തൻ, നീ എൻ്റെ താഴെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. ആ സമയത്ത് 8 7-നെയും ഒരടി കൊടുത്തു. 7 ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ തല്ലിയത്? 8 പറയുന്നുണ്ട്, ഞാനാണ് കരുത്തൻ, നീ എൻ്റെ താഴെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. 7 6-നെയും 6 5-നെയും 5 4-നെയും 4 3-നെയും 3 2-നെയും തല്ലി. അവസാനം 2 1-നെയും തല്ലിക്കഴിഞ്ഞപ്പോൾ 1-നെ തല്ലാൻ മറ്റാരുമില്ല. താഴെയുള്ളത് ബലഹീനനായ ഒരു 0 മാത്രമാണ്. ആരെ ഞാൻ തല്ലും? ആ സമയത്ത് 1 0-നോട് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. 0-നോടൊപ്പം 1 ചേർന്ന് നിൽക്കുമ്പോൾ അത് 10-ആയി മാറുകയും ശേഷം 9-നെ തല്ലുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത്, ബലഹീനനായ ഒരാളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പിന്നീട് കരുത്തനായി മാറുന്നതാണ് കാണുന്നത്. പലപ്പോഴും സമൂഹത്തിൽ ബലഹീനരായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല, സമയം കണ്ടെത്താറില്ല. എന്നാൽ ബലഹീനരായ ആളുകളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും നന്മയിലും അവരെയും ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ ഒരു നല്ല വ്യക്തിത്വമായി മാറുന്നത്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മിൽ ഉണ്ടായി വരുന്നത്.